ഇരിക്കുന്നതെന്ന് അറിയിച്ച് ദൈവത്തിന് നന്ദി പറയുന്നു. മലയാളവും തമിഴും ഇംഗ്ലീഷും ഹിന്ദിയും എല്ലാം മിക്സഡായിട്ട് ഞാൻ ഒരു ലാംഗ്വേജ് നിങ്ങൾക്ക് പറഞ്ഞു തരാം. സോ മനസ്സിലാകുന്നവർക്ക് മനസ്സിലാകട്ടെ. ദൈവത്തിൻ്റെ നാമം ഉയരട്ടെ എന്ന് പറയുന്നു. ഞാൻ വളരെ ഹാപ്പിയാണ്. ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് ഒന്നേ ഒന്ന്, മറ്റവരെ അനുഗ്രഹിക്കില്ലെന്ന് ഞാൻ പ്രാർത്ഥിക്കത്തില്ല. പക്ഷെ ദൈവം എന്നെ അനുഗ്രഹിച്ചാൽ 4 പേര് അനുഗ്രഹിക്കപ്പെടുമെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കും. ஸோ என் தேவனுக்கு நான் நன்றி சொல்லுகிறேன். അച്ചായ മാത്യു അച്ചായനെ വേണ്ടി ഞാൻ ദൈവത്തിനെ സ്തുതിക്കുന്നു. അമ്മാമ്മയ്ക്ക് വേണ്ടി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എനിക്ക് അവരുടെ മേളിൽ ഒരു സ്നേഹമുണ്ട്, വേറെ ഒന്നുമില്ല. ഞാൻ അവരുടെ ബിൽഡിംഗ് കാണുന്ന മുന്നേ, അവരുടെയൊക്കെ ചുറ്റുപാടൊക്കെ കാണുന്ന മുന്നേ ഞാൻ അവരെ സ്നേഹിച്ചതാണ്. ഇതൊക്കെ അത് കഴിഞ്ഞാൽ എനിക്ക് അറിഞ്ഞ ഇവർക്ക് ഇതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ അവർക്ക് അതൊക്കെ ഉണ്ടായെന്ന് പറഞ്ഞ് അവരും കാണിച്ചിട്ടില്ല എൻ്റെ അടുത്ത്, ഞാനും കാണിച്ചിട്ടില്ല. ദൈവത്തിൻ്റെ സ്നേഹം ഇത്രയ്ക്ക് ഉണ്ടെന്ന് പറഞ്ഞ് ഞാൻ വിശ്വസിക്കുന്നു. സോ അച്ചായൻ രാവിലെ ഒരു ഉച്ചയ്ക്ക് ഒരു കാര്യം പറഞ്ഞു, ഇതൊക്കെ ഇവിടെ ഉണ്ട്, നമ്മുടെ ആത്മീക ബന്ധം വരെ യേശു ക്രിസ്തു വരുന്ന വരെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞു. സോ അത് തീർച്ചയായിട്ടും തുടരുമെന്ന് പറഞ്ഞ് ഞാൻ വിശ്വസിക്കുന്നു. സോ ദൈവത്തിൻ്റെ നാമം മഹിമപ്പെടട്ടെ. ഞാൻ തമിഴിൽ പഠിക്കുന്നത് നിർത്തി, മലയാളത്തിലും പഠിക്കുന്നത് നിർത്തി. ഇപ്പോൾ യൂസ് ചെയ്യുന്നത് ഫുള്ളും ഇംഗ്ലീഷ് ബൈബിളാണ്. സോ അത് കാരണം കൊണ്ട് എവിടെ പോയാലും ഇംഗ്ലീഷിനകത്ത് തന്നെ പ്രസംഗിക്കാനായിട്ട് ദൈവം കൃപ തരുന്നുണ്ട്. പക്ഷേ ഇന്ന് എനിക്ക് വളരെ ഹാപ്പിയാണ്. ഞാൻ മേടിക്കണമെന്ന് പറഞ്ഞ ഒരു സാധനം ഞാൻ മേടിക്കാതെ തന്നെ എൻ്റെ കണ്ണെ ദൈവം കൊണ്ട് കാട്ടി. സോ വിശ്വസിച്ചാൽ ദൈവം മഹത്വം കാണുമെന്നറിയാം, പക്ഷെ ഇത്ര പെട്ടെന്ന് ആകുമെന്ന് എനിക്ക് മനസ്സിലായില്ല. സോ അച്ചായന് വേണ്ടി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. സോ ഈ വളർന്നു വരുമ്പോൾ ആ റോസയിനെയോ ആ മുട്ടിനെയോ ആരും തട്ടിക്കളയും. അത് തട്ടിക്കളഞ്ഞില്ലെങ്കിൽ നല്ലൊരു പൂവായിട്ട് അത് വളരും, അങ്ങനെയല്ലേ? പക്ഷെ ഒത്തിരി പേര് തട്ടിക്കളയുന്നുണ്ട്. തട്ടിക്കളയുന്നവരുടെ മത്തിയിൽ അച്ചായൻ അതിനെ തട്ടിക്കളയാതെ എങ്ങനെയെങ്കിലും അത് ഒരു മലരാക്കി എടുക്കണമെന്ന് പറഞ്ഞ് പ്രയാസപ്പെടുന്നുണ്ട്. ദൈവം നിങ്ങളെ എന്നും അനുഗ്രഹിക്കും. ഹല്ലേലൂയ. സോ ഞാൻ അവരെ വേറെയായിട്ട് കണ്ടിട്ടില്ല. ഞാൻ എപ്പോഴും കാണുമ്പോൾ കാഷ്വലായിട്ട് തന്നെ സംസാരിക്കും. ഞാൻ ഓർത്ത് കോട്ട് സൂട്ടൊക്കെ ഇടണമെന്ന്, വെയിറ്റ് എനിക്ക് താങ്ങാൻ പറ്റിയില്ല. അത് കാരണം ഇത് എനിക്ക് ഒരാൾ പിറന്നാളിന് എടുത്തു തന്നതായിരുന്നു. ശരി, അവരുടെ സന്തോഷത്തിന് വേണ്ടി ആ കൊച്ച് അവിടെ ഏതാണ്ട് ഒരു ഓഫീസിൽ ജോലി ചെയ്യുന്നതാണ്. എൻ്റെ അടുത്ത് പറഞ്ഞു ഒരു കൊറിയർ അയച്ചിട്ടുണ്ട്. സോ അതിനകത്ത് ഞാൻ നിങ്ങളെ പോലെ കോട്ട് സൂട്ടല്ല, എൻ്റെ ശമ്പളത്തിൽ. സോ ദൈവത്തിൻ്റെ നാമം മഹിമപ്പെടട്ടെ. ഇവിടെ ഇച്ചിരി പേര് ഇരിപ്പുണ്ട്. അതുകൊണ്ട് ഒരു ചില കാര്യം ഞാൻ ഇന്ന് പറയാം. ഇന്ന് എൻ്റെ പ്രസംഗത്തിന് ഒത്തിരി കൈത്തട്ട് വരത്തില്ല, ആത്മാവിൽ ആരും നിറയത്തില്ല, അങ്ങനെ ഞാൻ പറയത്തില്ല. പക്ഷേ ഞാൻ ഇന്ന് ചില കാര്യം പറയും. രാവിലെ കിഷോർ പാസ്റ്ററിൻ്റെ പള്ളി ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു, ഒത്തിരി അനുഗ്രഹമായിരുന്നെന്ന് പറഞ്ഞത് കേട്ടു. സോ അതുകൊണ്ട് ഒരു ചില കാര്യവും നിങ്ങളുടെ ചിന്തയ്ക്ക് ഞാൻ കൊണ്ടുവരും. ഹല്ലേലൂയ. കറക്റ്റ് 11 മണിയാകുമ്പോൾ ഞാൻ നിർത്തും. ഹല്ലേലൂയ. സോ ദൈവത്തിൻ്റെ നാമം മഹിമപ്പെടട്ടെ. ഞാൻ ചൊവ്വാഴ്ച പോകും. എനിക്ക് 14 ഞാൻ ഇപ്പോഴാണ് പോസ്റ്റ് കാണിച്ചത്. 14, 15, 16 കോയമ്പത്തൂരിൽ എനിക്ക് മീറ്റിംഗ് ഉണ്ട്. അടുത്ത ഞായറാഴ്ച എൻ്റെ മീറ്റിംഗ് ഉണ്ട്. അതിൻ്റെ അടുത്ത ഞായറാഴ്ച തിരുനെൽവേലിയിൽ മീറ്റിംഗ് ഉണ്ട്. അടുത്ത ന്യൂ ഇയറിന് അടുത്തടുത്ത മീറ്റിംഗ് ഉണ്ട്. സോ ദൈവം എല്ലാ മീറ്റിങ്ങിലും ദൈവം എന്നെ ഭയപ്പെടുത്തുന്നുണ്ട്. സോ അത് കാരണം ദൈവത്തിന് ഞാൻ നന്ദി പറയുന്നു. ശരി, നമ്മൾ ദൈവത്തിൻ്റെ വചനത്തിന് പോകാം. അറിഞ്ഞ അച്ചായന് വേണ്ടി ഞാൻ എന്നാ പേരാ മറന്നുപോയി പ്രസംഗിച്ചിരിക്കും. പ്രാർത്ഥനയ്ക്ക് എങ്ങനെ ഉത്തരവ് വരും, എങ്ങനെയൊക്കെ പ്രാർത്ഥിച്ച മറുപടി വരുമെന്ന് എല്ലാ പാസ്റ്റർമാരും പ്രസംഗിച്ചിട്ടുണ്ട്. പക്ഷെ നിശാന്ത് പാസ്റ്റർ ഇന്ന് നിങ്ങൾക്ക് എങ്ങനെയൊക്കെ പ്രാർത്ഥിച്ച നമുക്ക് മറുപടി വരുത്തില്ല അങ്ങനെ പറഞ്ഞ അച്ചായ ഞാൻ ടാബിനകത്ത് 9 കാര്യം എഴുതിയിട്ടുണ്ട്. 9 എനിക്ക് പ്രസംഗിക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല, പക്ഷെ ഞാൻ ഇന്ന് വേഗത്തിൽ ഞാൻ പറയും. ഹല്ലേലൂയ. ഈ 9 കാര്യവും നമ്മുടെ ജീവിതത്തിൽ നമ്മളെ ദൈവത്തിന് കീഴ്പ്പടിഞ്ഞാൽ, നമ്മളത് മാറ്റുവാണെങ്കിൽ, നമ്മളെ എന്നൊക്കെ പ്രാർത്ഥിക്കുന്നോ അതിനൊക്കെ ഉടനെ മറുപടി വരും. ഹല്ലേലൂയ.
ഞാൻ ബൈബിള് നല്ലപോലെ ഒരു 30 വർഷം വായിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു, ഫുള്ളുമായിട്ട് ഇത്ര വർഷത്തിൽ. സോ അത് കാരണം കൊണ്ട് ഞാൻ ചെറുതായിട്ട് ഒരു 9 കാര്യം നിങ്ങളോട് പറയാം. പ്രാർത്ഥനയ്ക്ക് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഒക്കെ ആൻസർ വന്നിട്ടുണ്ടോ? സത്യം പറയാം. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കൊക്കെ പാസ്റ്റ് പ്രാർത്ഥിച്ചാലും ചിലതിനൊക്കെ പ്രാർത്ഥന എന്നാ വരത്തില്ല. നല്ല വരവുള്ളവർ പ്രാർത്ഥിച്ചാൽ കൂടെ ചിലതിന് എന്നാ വരത്തില്ല. പറ. മറുപടി വരാത്തതിന്റെ കാരണം എന്നാന്ന് പറഞ്ഞ് 9 കാരണം പരിശുദ്ധാത്മാവ് എന്റെ ചിന്തക്കകത്ത് തന്നു. നാളെ വേറെ പോലെ ഇരിക്കും, ഇന്ന് വേറെ പോലെ ഇരിക്കും. സോ അത് കാരണം അത് ഞാൻ സംസാരിക്കാം. ദൈവം നിങ്ങളോട് സംസാരിക്കട്ടെ. ഹല്ലേലൂയ. ഇത് മാത്രമോ ഒന്ന് ഞാൻ സംസാരിക്കാനായിട്ട് ദൈവം എന്നെ ഒത്തിരി ഉന്തിത്തള്ളി. അത് കാരണം ഞാൻ സംസാരിക്കാം. ദൈവം നമ്മോട് കൂടെ ഇരുന്ന് സംസാരിക്കട്ടെ. എടുത്ത് വായിച്ചാൽ കൊള്ളാമെന്നുണ്ട്. വാക്യം എല്ലാം വായിക്കാൻ പറ്റത്തില്ല, ചിലത് ഞാൻ പറയാം. സദൃശവാക്യം 24-ാം അധ്യായം അതിന് 9-ാം വാക്യം വായിച്ചേ. വേഗം വായിച്ചേ. മതി. തമിഴില് എപ്പടി എഴുതിയിருக்கு? തീയ നോക്കം പാവം എന്ന് എഴുതിയിരിക്കുന്നു. നമ്മള് പ്രാർത്ഥിക്കുമ്പോ എങ്ങനെ പ്രാർത്ഥിച്ചാ ദൈവം മറുപടി തരത്തില്ലെന്ന് പറഞ്ഞിട്ട് തെറ്റായിട്ട് പ്രാർത്ഥിക്കുന്നു. എന്നാ ചെയ്യണം? പറ. ദൈവം നമുക്ക് മറുപടി തരാത്തതിന്റെ കാരണം എന്നാന്ന് പറഞ്ഞാ തെറ്റായിട്ട് എന്നാ ചെയ്ത്? പറ. ദൈവമേ എനിക്ക് ഒരു കണ്ണ് പോയാ എന്റെ ഓപ്പോസിറ്റ് ഇരിക്കുന്നവന് 2 കണ്ണ് പോണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനയ്ക്ക് ദൈവം ഉത്തരം തരത്തില്ലെന്ന്. മനസ്സിലായോ? ആമേൻ പറ. അവന് മനസ്സിലായി. ഞാൻ സ്വർഗത്തിൽ പോകുന്നു തോന്നുന്നു. ഹല്ലേലൂയ. ഇങ്ങനെ പ്രാർത്ഥിക്കില്ലേ? ബൈബിളിൽ എന്നാ പറഞ്ഞേ? റോങ് പർപ്പസ്. ഒരു തെറ്റായ കാര്യത്തിന് നിങ്ങൾ പ്രാർത്ഥിച്ചാൽ അതിന് എന്നാ വരത്തില്ല. മറുപടി എന്നാ ചെയ്തിട്ടില്ല. ഞാൻ എന്റെ കാര്യം ഡാമേജ് പറഞ്ഞ കുഴപ്പമില്ല. എനിക്ക് ഐശ്വര്യരായ കല്യാണം ചെയ്യണമെന്ന് ആഗ്രഹമാണ്. ആർക്ക്? പറ. അവൻ വേറെ ഒരുത്തിന്റെ പറ ഭാര്യയാ. രണ്ടാമത് ആ ബ്യൂട്ടി ഇപ്പൊ പാർട്ടിയായി. അങ്ങനെയല്ലേ? പിന്നെ അതിന്റെ വയസ്സ് എന്നാന്ന് പറഞ്ഞാ ഒത്തിരി ഉണ്ട് അല്ലെ? പക്ഷെ നമ്മൾ എങ്ങനെ പ്രാർത്ഥിക്കായിരുന്നു? ദൈവമേ ഐശ്വര്യരായ പോലെ ഒരു പെണ്ണിനെ തന്നാൽ പറ കൊള്ളാന്ന് പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിച്ച അത് വേണമെങ്കിൽ ദൈവം എന്നാ ചെയ്യും? പറ. ഇങ്ങനെ പ്രാർത്ഥിക്കുന്നവനൊക്കെ ഭാര്യയെ കണ്ട വെളിച്ചത്തെ പോലെയും അവനെ കണ്ട ഇരുട്ടെ പോലെ വരും. പാസ്റ്റ് നല്ല വെളുത്തിരിക്കും, അവരുടെ പെണ്ണുമ്പിള കറുത്തിരിക്കും. ഇല്ലെങ്കിൽ പാസ്റ്റ് നല്ലപോലെ വെളുത്തിരിക്കും, പെണ്ണുമ്പിള കറുപ്പായിരിക്കും. അപ്പൊ ദൈവം പറഞ്ഞത് പ്ലസും എങ്ങനെയും ചേരത്തില്ലല്ലോ, മൈനസും പ്ലസും അല്ലേ ചേരത്തുള്ളൂ. സോ അത് കാരണം കൊണ്ട് നമ്മൾ തെറ്റായിട്ട് പ്രാർത്ഥിച്ചാൽ ദൈവം നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി അവനെ കൊല്ലണേ. ദൈവമേ അവന്റെ കണ്ണു മുമ്പേ എന്നാ ചെയ്യണം? അവൻ പുടുപുടുത്ത് ചാകണം. ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം ഒരുപോലും എന്നാ ചെയ്യത്തില്ല. നീ 40 നാൾ ഉപവാസം ഇരുന്നാലും ശരി, 50 നാൾ ഉപവാസം ഇരുന്നാലും ശരി, ദൈവം എന്നാ തരത്തില്ല. പറ. മറുപടി തരത്തില്ല. അപ്പൊ ദൈവത്തോട് നമ്മൾ പ്രാർത്ഥിക്കണം. ദൈവമേ ഞാൻ ഏതെങ്കിലും തെറ്റായിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് മുതൽ എന്റെ പ്രാർത്ഥന ശരിയായിട്ട് പരിശുദ്ധ ആത്മാവ് എനിക്ക് മാറ്റി തരണേന്ന് പ്രാർത്ഥിച്ചാൽ ഉടനെ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം ആൻസർ തരും. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇത് ആർക്കും അറിയത്തില്ല തെറ്റായിട്ട് പ്രാർത്ഥിക്കുന്നത്. ദൈവമേ അവന് കിട്ടിയില്ലെങ്കിലും എനിക്ക് പറ, അവന് കിട്ടിയില്ലെങ്കിലും എനിക്ക് കിട്ടണം. ദൈവമേ അവൻ ഒത്തിരി കഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല, എനിക്ക് എന്നാ ചെയ്യണം? ഈസി ആയിട്ട്. നമുക്ക് ഏതെങ്കിലും ഈസി ആയിട്ട് കിട്ടിയാ അത് പിശാച് കൊണ്ടുവരുന്നതാ. കഷ്ടപ്പെട്ട് ഏതെങ്കിലും കിട്ടിയാ അത് ദൈവം തരുന്നതാ. ഹല്ലേലൂയ. സോ അത് കാരണം തെറ്റായിട്ട് പ്രാർത്ഥിച്ചാ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് എന്നാ വരത്തില്ല. പറഞ്ഞേ, ഒച്ചയ്ക്ക് പറഞ്ഞേ. രണ്ടാമത് ഞാൻ എല്ലാ വചനവും കാണിക്കുന്നില്ല. യേശയ പ്രവചനം 59-ാം അധ്യായം 2-ാം വാക്യത്തിൽ ഇങ്ങനെയുണ്ട്. വായിച്ചേ. പാപം ചെയ്തിട്ട് വന്ന് നമ്മൾ പ്രാർത്ഥിച്ചാൽ ദൈവം ആ പ്രാർത്ഥനയ്ക്ക് മറുപടി പറ.
പറ. എല്ലാ പാവവും 6 ദിവസം ചെയ്തിട്ട് വന്ന് 7-ാം ദിവസം ദൈവമേ എന്നെ അനുഗ്രഹിക്കണേ, എനിക്ക് വീട് തരണേ, എനിക്ക് കാറ് തരണേ, എനിക്ക് നല്ല ആരോഗ്യം തരണേ എന്ന് പ്രാർത്ഥിച്ചാൽ ദൈവത്തിന്റെ വചനം വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. നീ പാപം ചെയ്തിട്ട് വന്ന് എത്ര ഉപവാസം ഇരുന്നാലും ശരി, എത്ര നീ വന്ന് നല്ലത് ചെയ്താലും ശരി, നിന്റെ പാപം മോചിച്ചില്ലെങ്കിൽ നിന്റെ പ്രാർത്ഥനയ്ക്ക് ആൻസർ വരത്തില്ലെന്ന് ബൈബിൾ പറയുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇങ്ങനെ ആരൊന്നും പ്രസംഗിത്തില്ല. നീ എന്നാ വേണമെങ്കിലും ചെയ്തോ, ദൈവം എന്നാ ചെയ്യും? അനുഗ്രഹിക്കും. ആ പ്രസംഗം എനിക്ക് വരത്തില്ല. ഹല്ലേലൂയ. പാവം ചെയ്താൽ ദൈവം പറഞ്ഞിട്ടുണ്ട്, നിന്റെ അക്രമം നിനക്കും ദൈവത്തിനും നടുവേ ഭയങ്കരമായിട്ട് ഒരു പിളവ് തരുവാന്ന് ബൈബിൾ പറയുന്നുണ്ട്. ഹല്ലേലൂയ. അപ്പോ ദൈവത്തോട് നെരുങ്ങുമ്പോ ദൈവം അങ്ങ് ചിലരെയൊക്കെ ബൈബിളിൽ തൊട്ടപ്പോ പറഞ്ഞത്, നിന്റെ പാവം എന്നാ ചെയ്തു? മன்னிக்கப்பட்டது. அப்படின்னா என்னது? മലയാളത്തിൽ എങ്ങനെയാ? പാവം ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാ, അപ്പൊ ക്ഷമിക്കാത്ത പാവം കൂടെ ബൈബിളിനകത്ത് എന്നാ ചെയ്ത് ഉണ്ട്. അത് കാരണം ഞാൻ പറയുക, സിഗരറ്റ് വലിച്ചിട്ട്, വെള്ളം അടിച്ചിട്ട്, അല്ലാതെ കണ്ട എല്ലാ കാര്യവും ചെയ്തിട്ട് ദൈവമേ എന്നെ അനുഗ്രഹിക്കണേ എന്ന് പറഞ്ഞാ ദൈവം ആ പ്രാർത്ഥനയ്ക്ക് മറുപടി തരുത്തേയില്ല. നമ്മൾ 40 ദിവസം ഉപവാസം ഇരുന്നാലും എന്നാ വരത്തില്ല, അതിന് വരുത്തേയില്ല. ഞാൻ ഇന്ന് നിങ്ങളുടെ അടുത്ത് ഒരു കാര്യം പറയുക. നമ്മൾ അറിഞ്ഞു ചെയ്ത പാപമുണ്ട്, അറിയാത്ത ചെയ്ത പാപമുണ്ട്. പക്ഷെ ഇതിനൊക്കെ ദൈവത്തോട് ദാവീദ് അറിയാതെ ചെയ്ത പാവത്തിനല്ല അവൻ സംഗീതം 51 എഴുതിയത്, അറിഞ്ഞു ചെയ്ത പാവത്തിന് വേണ്ടിയാ സംഗീതം 51 എഴുതിയത്. ദൈവമേ, പരിശുദ്ധാത്മാവ് എന്നിലിരുന്ന് എടുത്ത് കളഞ്ഞേക്കല്ലേ എന്ന് അവന് പേടി വന്നു. അപ്പൊ പാവം ചെയ്യുമ്പോൾ നമുക്കൊരു പേടി ഉണ്ടാകണം. പരിശുദ്ധാത്മാവ് എന്നെ വിട്ട് പോയി കളഞ്ഞാൽ ഞാൻ എംപ്റ്റി ആയി പോകും. ഹല്ലേലൂയ. അത് കാരണം കൊണ്ട് ഞാൻ പറയുന്നത് ഒന്നേ ഒന്നാ, പാവം ചെയ്യരുത്. ഹല്ലേലൂയ. പാവം ചെയ്തിട്ട് പ്രാർത്ഥിച്ചാൽ, ഞാൻ ഒരു ഡയലോഗ് ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, ദൈവം പാവികളെ സ്നേഹിക്കുന്നുണ്ട്, പാവത്തെ വെറുക്കുന്നുണ്ട്. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ പാവം ചെയ്തിട്ട് പ്രാർത്ഥിച്ച എന്നാ ചെയ്തില്ല? പ്രാർത്ഥനയ്ക്ക്. അപ്പൊ ദൈവത്തോട് മുതല്ല പോയിട്ട് കാറ് വേണം, വീട് വേണം, ആരോഗ്യം വേണം ചോദിക്കില്ലേ? ദൈവമേ എന്റെ പാവം ക്ഷമിക്കണേ, എന്റെ പാവം ക്ഷമിക്കണേന്ന്. ഞാൻ 21 ദിവസം വർഷം ഉപവാസം ഇരിക്കുമ്പോഴൊക്കെ 7 ദിവസം ആർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കത്തില്ല. ദൈവമേ, ഞാൻ വലിയ ശുശ്രൂഷയില്ല, നല്ല പ്രസംഗിക്കുന്ന കാരണത്തില്ല, പക്ഷെ ഞാൻ എന്റെ കണ്ണുകൊണ്ട്, ദൈവമേ എന്റെ വായു കൊണ്ട്, എന്റെ ശരീരം കൊണ്ട്, എന്റെ പ്രവൃത്തി കൊണ്ട് ഞാൻ ആർക്കെങ്കിലും ഏതെങ്കിലും പാവം ചെയ്തിട്ടുണ്ടെങ്കിൽ ദൈവമേ എന്നെ ക്ഷമിക്കണേ എന്ന് പറഞ്ഞ് ഞാൻ ദൈവ സമൂഹത്തിൽ എന്നെ താഴ്ത്തിയപ്പോ ദൈവം എന്റെ എല്ലാ പ്രാർത്ഥനയ്ക്കും ആമെന്നും ആമേൻ എന്നും ദൈവം എനിക്ക് ആൻസർ തന്നു. ഹല്ലേലൂയ. അപ്പം ദൈവ പിള്ളേരുടെ അടുത്ത് ഞാൻ പറയുന്ന ഒരു കാര്യമുണ്ട്, പാവം ചെയ്തിട്ട് എന്നെ ചെയ്യല്? പ്രാർത്ഥിക്കല്ല. ആ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടത്തില്ല. നീ എന്നാ ചെയ്താൽ എന്നാ ചെയ്യത്തില്ല? മറുപടി കിട്ടത്തില്ല. മൂന്നാമത്തത്